ജിമ്മിൽ പോകുന്നവരാണോ നിങ്ങൾ? കായികപരമായിട്ട് മാത്രമല്ല, ജിം റിലേറ്റഡ് അല്ലെങ്കിൽ എക്സസൈസ് റിലേറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ സ്പോർട്സ് ഇഞ്ചുറി ഒരുപാട് കിട്ടാറുണ്ട്. സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് ഡിസ്ലൊക്കേഷൻ ആവാം, ഫ്രാക്ചർ ആവാം, ലിഗമെന്റ് ടിയർ ആവാം, മസിൽ ക്രാംസ്, അങ്ങനെ പല രീതിയിലും നമുക്ക് സ്പോർട്സ് ഇഞ്ചുറി കിട്ടാറുണ്ട്. സ്പോർട്സ് ഇഞ്ചുറി ആയിട്ട് ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് വരുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് നമുക്ക് എന്തെല്ലാം ആയുർവേദത്തിൽ ചെയ്യാം, എപ്പോഴൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്പോർട്സ് ഇഞ്ചുറി ആയിട്ട് ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ആദ്യം തന്നെ ചെയ്യുന്നത് രോഗനിർണയമാണ്. രോഗനിർണയം ചെയ്തതിന് ശേഷം അവർക്കൊരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റേ അതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്പോർട്സ് ഇഞ്ചുറി പറ്റിയ ജോയിൻറ്റിന് ഒരു ഇമ്മൊബിലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് പറയുമല്ലോ, അത്തരം രീതിയിലുള്ള ഒരു റെസ്റ്റാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ആദ്യം ആ തരത്തിലുള്ളൊരു ഇമ്മൊബിലൈസേഷനാണ് പറയുന്നത്. അതല്ല, ഒരു ഇമ്മൊബിലൈസേഷൻ വേണ്ട എന്ന തരത്തിലുള്ള ഒരു ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഡേ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇമ്മൊബിലൈസേഷൻ ചെയ്തൊരു ജോയിൻറ്റ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നും കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോയിൻറ്റ് കുറേ കാലം അനക്കാതെ വെക്കുമ്പോൾ അതിന് നോർമലി ഉണ്ടായിരുന്ന ഒരു ഫങ്ഷന് ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങൾക്ക് പണ്ട് ആ ജോയിൻറ്റ് മൂവ് ചെയ്ത പോലെ ഒരു ഫ്രീ മൂവ്മെൻറ്റ്സ് ഇമ്മൊബിലൈസേഷൻ ചെയ്തൊരു ജോയിൻറ്റിന് കിട്ടണമെന്നില്ല. അപ്പോൾ അത്തരം ജോയിൻറ്റ്സിൽ നമ്മൾ റീഹാബിലിറ്റേഷൻ തെറാപ്പിയാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ കൂടുതൽ ഉപയോഗിക്കുന്ന ബന്ധനം, ലേപനം, വസ്തി, പിജു, കിഴി, ധാര, ഇതെല്ലാം നമുക്ക് ഒരു റീഹാബിലിറ്റേഷൻ തെറാപ്പി ഒരു ജോയിൻറ്റ്സിന് പൂർണ്ണ രൂപത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻറ്റേർണൽ മെഡിസിൻസും കൂടി സഹായകമാവുന്നതാണ്.